അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരു ദിവസത്തിലെ വളരെ ബർക്കത്തുള്ള ഒരു സമയമാണ് സുബഹിൻ്റെ ശേഷമുള്ള സമയം. അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത, എൻ്റെ ഉമ്മത്തീങ്ങളിലെ രാവിലെ നീ അവർക്ക് ബർക്കത്ത് ചെയ്യണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഉമ്മത്തീങ്ങളായ നമ്മൾ, മുഅ്മിനീങ്ങളായ നമ്മൾ ആരെല്ലാം വേണ്ടതുപോലെ ഉപയോഗിക്കുന്നോ അവർക്ക് വലിയ ബർക്കത്തുണ്ട്. നമ്മുടെ ദുനിയവിയായ ജീവിതം അത് സന്തോഷകരമാകാൻ വേണ്ടി നാം കച്ചവടം ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇടപാടുകൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ആ കച്ചവടത്തിൽ, നമ്മുടെ പണത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ വലിയ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നാം ബർക്കത്തുള്ള സമയമാണ് സുബഹിൻ്റെ സമയമാണ്. ആ സമയത്തിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെയും അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. നോക്ക്, നമ്മളെ ഇടയിൽ തന്നെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ചില ആൾക്കാർ നല്ല അതിരാവിലെ എണീച്ച് സുബഹിൻ്റെ നിസ്കാരത്ത് ജമാഅത്ത് പള്ളിയിലേക്ക് പോയി, പിന്നെ അവർ ഇറങ്ങുകയാണ് കച്ചവടത്തിന് വേണ്ടി, ബിസിനസ് ചെയ്യാൻ വേണ്ടി അവർ ഇറങ്ങുകയാണ്. അവർക്ക് അന്നത്തെ ദിവസം വലിയ ബർക്കത്തുള്ളതാവുകയും ചെയ്യുകയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദുആയുടെ ബർക്കത്താണ്. അത് ചെറിയ വിഷയമൊന്നുമല്ല. അതേ സമയത്ത് ചില ആൾക്കാർ അധ്വാനിക്കുന്നു, കുറേ സമ്പാദിക്കുന്നു, ചിലപ്പോഴൊക്കെ വലിയ പണക്കാർ ആയിത്തീരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒന്നും എത്തിക്കിട്ടുന്നില്ല, ഒന്നും ബർക്കത്തുണ്ടാകുന്നില്ല. കാരണം അവർ സുബഹിൻ്റെ സമയം അവർ നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഇനി വീട്ടിലുള്ള സ്ത്രീകളടക്കം ആ സുബഹിൻ്റെ സമയമൊന്നും നല്ല നിലക്ക് ഉപയോഗിച്ചാൽ ആ വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാകും. ചിലപ്പോഴൊക്കെ ഉമ്മമാർ പറയുന്നുണ്ട്, എത്ര വീട്ടുജോലി ചെയ്താലും തീർന്നു കിട്ടുന്നില്ല. അതൊക്കെ കാരണം ആ സുബഹിൻ്റെ സമയം ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ആ സമയമൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങിക്കൊണ്ട് ചില വീടുകൾ നഷ്ടപ്പെടുത്തുന്നത്, ചില ആൾക്കാർ നഷ്ടപ്പെടുത്തുന്നത് കാണാം. പിന്നെ കുറച്ചൊക്കെ സമയം ആയതിൻ്റെ ശേഷമാണ് എണീച്ച് ജോലിയിലേക്കോ അല്ലോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാൻ പോവുക. ഒരിക്കലും അങ്ങനല്ല. ഒരു മുഅ്മിൻ അതിരാവിലെ എണീച്ച് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിലേക്ക് പോയാൽ അതിൽ വലിയ ബർക്കത്തുണ്ടാകും. മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവരും കച്ചവടം ചെയ്തവരാണല്ലോ, അവർക്കും ദുനിയാവ് സമ്പാദിച്ചവർ തന്നെയാണ്. അങ്ങനെ എത്രയോ ആൾക്കാരെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അവരൊക്കെയും സുബഹിൻ്റെ സമയം നല്ല നിലക്ക് അവർ ഉപയോഗിച്ചവരാണ്. അവരുടെ സമ്പാദ്യത്തിന് വേണ്ടി, അവരുടെ ബിസിനസ്സിന് വേണ്ടി അവർ ഉപയോഗിച്ചവരാണ്. പിന്നീടുള്ള സമയമൊക്കെ ദീന് പ്രചരിപ്പിക്കാനും ഇൽമു പഠിപ്പിച്ചു കൊടുക്കാനും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയൊക്കെയും അവർ ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ദുനിയാവും ആഖിറം ഈ രണ്ട് കാര്യങ്ങളും വേണ്ടതുപോലെ കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിച്ചു. ആ കൂട്ടത്തിലെ ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, മഹല്ലി ഇമാമിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എത്രമാത്രം പറയാനുണ്ട്. എത്രമാത്രം ദീനീ പ്രബോധനം ചെയ്ത, ധാരാളം കിതാബുകൾ രചിച്ച ബഹുമാനപ്പെട്ടവരെ കുറിച്ചും മഹാന്മാർ പറയുന്നത് കാണാം. ചെറിയൊരു കച്ചവടമൊക്കെ ബഹുമാനപ്പെട്ടവർക്കും ഉണ്ടായിരുന്നു. കാരണം ദുനിയാവിലല്ലേ, ആരോടും യാചിച്ച് ജീവിക്കുന്നൊരു ജീവിതം നല്ലതല്ലല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്നത് അതിരാവിലെ തൻ്റെ കച്ചവടങ്ങൾക്ക് പെട്ടെന്ന് വേഗം പോയി സുബഹിൻ്റെ ആ അവ്വല് വക്തിലൊക്കെ പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇത് കണ്ട ആൾക്കാരൊക്കെയും ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അല്ല നിങ്ങളെന്ത് ഈ സമയത്ത് ഇത്രമാത്രം ആവേശത്തോടെ കച്ചവടം ചെയ്യാൻ ഈ സമയത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മുത്തുനബിയുടെ ആ ദുആഇന്റെ ബറക്കത്തിനെ ആശ വെച്ചുകൊണ്ട് അതിനാഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കച്ചവടം ചെയ്യാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ നല്ല
യക്കീനോടുകൂടെ, നല്ല ഈമാനോടുകൂടെ, നല്ല ബറക്കത്തിനെ ആഗ്രഹിച്ച് ചെയ്തതിൻ്റെ പേരിൽ, ഉപയോഗിച്ചതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ടവർക്ക് വലിയ ബറക്കത്തായിരുന്നു. ബഹുമാനപ്പെട്ടവർ ആ സമയം കുറച്ച് ഉപയോഗിച്ചാൽ മതി, തൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള എല്ലാ സമ്പാദ്യം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടുമായിരുന്നു. പിന്നീടുള്ള സമയമൊക്കെ പള്ളിയിൽ വന്ന് ദീനീ പ്രബോധനം, കിതാബ് ചൊല്ലിക്കൊടുക്കൽ, കിതാബുകൾ ഏകൽ, ഇബാദത്തുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളായി ബഹുമാനപ്പെട്ടവർ ഇടപെടുമായിരുന്നു എന്ന് ചരിത്രകാർ നമ്മെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് കാണാം. ഇതിലൂടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ എല്ലാറ്റിനും വലിയ ബറക്കത്തുണ്ടാകണമെങ്കിൽ അതേ നമ്മുടെ ആ സുബഹിൻ്റെ ആ സമയം, അതേ സുബഹിൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ആ സമയം നല്ല നിലക്ക് ഉപയോഗിക്കുന്നവരാകണം. ആ സമയത്ത് നാം ഉണർന്നിരിക്കണം. ആ സമയത്ത് എന്തെങ്കിലും ഒരു ജോലിയിലായിരിക്കണം. തീർച്ചയായും വലിയ ബറക്കത്തുണ്ടാകും. മുത്തുനബി ദുആ ചെയ്ത് തന്ന സമയമാണ്. അത് വെറുതൊന്നും ആവൂലല്ലോ. ആ ദുആയിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ബറക്കത്തുള്ള, ധാരാളം നിഅമത്തുള്ള ഒരു ജീവിതമാക്കി തരുമെന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളൊരു ജീവിതം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.